പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്കിന്ന് NIOSൻ്റെ +2 മലയാളം പാഠഭാഗമായ ഒരു പാട്ടു പിന്നെയും നോക്കാം. സുഗതകുമാരി ടീച്ചറിൻ്റെ പ്രശസ്തമായ ഒരു കവിതയാണ് ഒരു പാട്ടു പിന്നെയും. സുഗതകുമാരി ടീച്ചർ പരിസ്ഥിതി പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക, കവയത്രി എന്നീ നിലകളിൽ പ്രശസ്തയാണ്. വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. ആർദ്രവും ലളിതവുമായ കാവ്യശൈലിയായിരുന്നു ഇവരുടേത്. 1934 തിരുവനന്തപുരത്താണ് ഇവർ ജനിച്ചത്. സാമൂഹിക പരിഷ്കരണ രംഗത്തും പ്രകൃതി സംരക്ഷണ രംഗത്തും വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. രാത്രിമഴ, ഇരുൾ ചിറകുകൾ, മുത്തിച്ചിപ്പികൾ, തുലാവർഷപ്പച്ച, പാതിരാപ്പൂക്കൾ, അമ്പലമണി, പാവം മാനവഹൃദയം എന്നിവ കവിതാ സമാഹാരങ്ങളാണ്. രാധ എവിടെ എന്ന ലഘുകാവ്യം, കാവു തീണ്ടല്ലേ, കുറിഞ്ഞിപ്പൂക്കൾ, കൃഷ്ണകവിതകൾ, ദേവദാസി എന്നിവയാണ് പ്രധാനപ്പെട്ട കവിതകൾ. ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ സുഗതകുമാരി ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ട്. വൃഷമിത്ര അവാർഡ് സുഗതകുമാരി ടീച്ചർക്ക് കിട്ടിയിട്ടുള്ള പ്രശസ്തമായ അവാർഡുകളിൽ ഒന്നാണ്. കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ഭാവഗീതമാണ് ഒരു പാട്ടു പിന്നെയും. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി, മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നുടയാ ചിറകു ചെറുതിളക്കി. വെട്ടിമുറിക്കപ്പെട്ട മരത്തിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ് കാട്ടുപക്ഷി. വെട്ടിമുറിക്കപ്പെട്ട ഒരു മരത്തിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു കാട്ടുപക്ഷിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. പക്ഷിയുടെ ചിറക് ഒടിഞ്ഞു പോയിരിക്കുന്നു. ഒടിയാത്ത മറ്റേ ചിറക് ചെറുതായി ഇളക്കി ഒരു പാട്ടു പിന്നെയും പാടി നോക്കാനാണ് കിളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടിയാത്ത മറ്റേ ചിറക് ചെറുതായൊന്ന് ഇളക്കി ഒരു പാട്ടും കൂടി പാടാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ പക്ഷി. ചിറക് അനങ്ങാതെ പതുക്കെ പണിപ്പെട്ട് പാടുന്ന ആ പാവം പക്ഷിയുടെ ചിത്രം വളരെ ദയനീയമായ ഒന്നാണ്. ഒടിയാത്ത ചിറക് നോവുമെന്നോർത്തിട്ട് ചെറുതായിട്ടാണ് പക്ഷി ഇളക്കുന്നത്. ചിറകനക്കാതെ പതുക്കെ പണിപ്പെട്ട് പാടുന്ന ആ പാവം പക്ഷി. മഴുതിന്ന മാമരം എന്നൊരു പ്രയോഗം ഈ കവിതയിലുണ്ട്. മഴു ഇവിടെ മനുഷ്യൻ്റെ ആർത്തിയുടെ പ്രതീകമാണ്. മഴു ഇവിടെ മനുഷ്യൻ്റെ ആർത്തിയുടെ പ്രതീകമായി മാറുന്നു. പരിസ്ഥിതി നാശത്തിന് കാരണമാകുന്ന വനനശീകരണത്തിൻ്റെ ഭീകരത ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. മഴുവിൻ്റെ ആർത്തി വർത്തമാനകാല മനുഷ്യൻ്റെ ആർത്തി തന്നെയാണ്. ചിറകൊടിഞ്ഞ പക്ഷിയുടെ ദയനീയമായ അവസ്ഥ പാവം എന്ന പ്രയോഗത്തിലൂടെ വെളിവാകുന്നുണ്ട്. വേദന കടിച്ചമർത്തിക്കൊണ്ടാണെങ്കിലും കാട്ടുപക്ഷി പാടുകയാണ്. നല്ല വേദന പക്ഷിക്കുണ്ട്, എന്നാലും ആ കാട്ടുപക്ഷി നമുക്ക് വേണ്ടി പാടുകയാണ്. പക്ഷിയുടെ ആ പാട്ട് ഏറ്റുപാടാൻ ഇണക്കിളികൾ ആരും തന്നെയില്ല. എല്ലാവരും നഷ്ടപ്പെട്ടിരിക്കുന്നു അവൾക്ക്. കൂട്ടിനായി മറ്റാരും തന്നെ ആ കിളിക്ക് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ഇടറുമീ ഗാനമെന്ന് ഏറ്റുപാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന് കിളികളില്ല. ഇടറുമീ ഗാനമെന്ന് ഏറ്റുപാടാൻ ആരൊക്കെയില്ല? ഇണയുമില്ല, മറ്റു കിളികളുമില്ല. പതുപോൽ കൊത്തിപ്പിരിഞ്ഞുപോയി മെയ്ച്ചൂടിൽ അടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ. സ്വന്തം ശരീരത്തിൻ്റെ ചൂട് നൽകി മുട്ട വിരിയിച്ച് വളർത്തിയെടുത്ത മക്കൾ കൊത്തുകൂടി പിരിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. മനസ്സിൽ വെളിച്ചവും ഗാനവും കാറ്റും കൊടിയിരുത്തി ആർക്കോ വേണ്ടി പക്ഷി പാടുകയാണ്. മനസ്സിൽ വെളിച്ചവും ഗാനവും കാറ്റും കൊടിയിരുത്തിയിട്ട് മറ്റോ ആർക്കോ വേണ്ടിയാണ് നമ്മുടെ പക്ഷി ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന സന്ധ്യാനേരത്തെ കണ്ണാകുന്ന ദീപത്താൽ ഒഴിഞ്ഞുകൊണ്ട് കൊച്ചു രാപ്പൂവ് ഉണർന്ന നേരത്ത് ചിറകൊടിഞ്ഞ കാട്ടുപക്ഷി ഒരു പാട്ട് പതുക്കെ മൂളുകയാണ്. കൊത്തിപ്പിരിഞ്ഞുപോയി മെയ്ച്ചൂടിൽ അടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ എന്ന വരികളിൽ
വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായത, ഒറ്റപ്പെടലിൻ്റെ വേദന നമുക്ക് കാണാൻ സാധിക്കും. വാർദ്ധക്യത്തിലെ നിസ്സഹായതയും അതുപോലെ തന്നെ ഒറ്റപ്പെടലിൻ്റെ വേദനയുമാണ് ഈ വരികളിൽ കാണുന്നത്. സ്വന്തം ശരീരത്തിലെ ചൂട് നൽകി മുട്ട വിരിയിച്ച് താൻ വളർത്തിയെടുത്ത മക്കൾ അവർ കൊത്തുകൂടി പിരിഞ്ഞു പോയതിൻ്റെ വേദന ആ പക്ഷി ഓർക്കുകയാണ്. ആപത്ത് കാലത്ത് ഉപകരിക്കാത്ത മക്കൾ വർത്തമാനകാല മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥയെ കൂടി പ്രതിഫലിക്കുന്നു. വരാൻ പോകുന്ന സന്ധ്യയെ പ്രതീക്ഷയോടെ നോക്കുന്ന പക്ഷിയുടെ ചിത്രം ഈ കവിതയിൽ കാണാം. പക്ഷിയുടെ ഈ പാട്ട് കേൾക്കുന്നത് ആരെല്ലാമാണ്? വനത്തിലെ മരങ്ങൾ, മഴ, കുളിര്, നിഴൽ, പുഴ, ഇവരെല്ലാമാണ് ഈ കാട്ടുപക്ഷിയുടെ പാട്ട് കേൾക്കുന്നത്. ആരെല്ലാമാണ്? വനത്തിലെ മരങ്ങൾ, മഴ, കുളിര്, നിഴല്, പുഴ, ഇവരെല്ലാം ഈ കാട്ടുപക്ഷിയുടെ പാട്ട് കേൾക്കുന്നു. ആഹ്ലാദവും സ്വപ്നവും കണ്ണീരും ഇഴുകിച്ചേർന്ന പാട്ട് മനുഷ്യൻ്റെ കണ്ണു തുറപ്പിക്കാൻ കൂടിയുള്ളതാണ്. ഈ പാട്ട് മനുഷ്യൻ്റെ കണ്ണു തുറപ്പിക്കാനുള്ള പാട്ടാണ്. മാമരക്കൊമ്പിൽ തനിച്ചിരുന്ന് ആദ്യമായാണ് കാട്ടുപക്ഷി പാടുന്നത്. ആ മരക്കൊമ്പിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ആദ്യമായി ഈ കിളി പാടുകയാണ്. ഒടിഞ്ഞ ചിറകെന്ന വർത്തമാനകാല അവസ്ഥയെ, ഒടിഞ്ഞ ചിറകിന് എന്ത് സംഭവിക്കും എന്ന ഭാവി അവസ്ഥയെ ഓർക്കാതെ എല്ലാം മറന്നിരുന്ന ചിത്രമാണ് കവയത്രി ഈ കവിതയിൽ വരച്ചു കാട്ടുന്നത്. ഇനി ഒരിക്കലും തനിക്ക് ആകാശത്തൂടെ പറക്കാൻ കഴിയില്ലെന്ന കിളിക്കറിയാം. അവളുടെ ചിറക് ഒടിഞ്ഞുപോയി. കാട്ടുപക്ഷിയുടെ പാട്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങളും ആകാശത്തിലെ നക്ഷത്രങ്ങളും കേൾക്കുന്നുണ്ട്. വരാനിരിക്കുന്ന നല്ല നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഒറ്റപ്പെടലിൻ്റെ വേദന കൊണ്ടുള്ള കണ്ണീരും നിറഞ്ഞതായിരുന്നു ആ പാട്ട്. വനനശീകരണത്തിൻ്റെ ഭീകരത ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. മഴു തിന്ന മാമരക്കൊമ്പ്, ഒടിഞ്ഞ ചിറക്, ഇതെല്ലാം പരിസ്ഥിതി നാശത്തെയാണ് കാണിക്കുന്നത്. കിളിയുടെ ആവാസ കേന്ദ്രമായ മരം തന്നെ മുറിച്ചു മാറ്റിയിരിക്കുന്നു. അങ്ങനെയാണ് കാട്ടുപക്ഷിയുടെ ചിറക് ഒടിഞ്ഞു പോയത്. വർത്തമാനകാല മനുഷ്യൻ അനുഭവിക്കുന്ന വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിൻ്റെ സൂചനകളും ഈ കവിതയിൽ ഉണ്ട്. കവിതയുടെ ആദ്യ ഭാഗത്ത് ചിറകൊടിഞ്ഞതുകൊണ്ടും ഒറ്റപ്പെട്ടതുകൊണ്ടുമുള്ള വേദന പാട്ടിൽ നിഴലിക്കുന്നുണ്ട്. കവിതയുടെ ഇടക്കുള്ള ഭാഗത്ത് പ്രാർത്ഥനാ നിർഭരമായ സന്ധ്യയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മന്ത്രം മൂളുന്നത് പോലെയാണ് കിളി പാടുന്നത്. അവസാന ഭാഗത്ത് തൻ്റെ ദുഃഖങ്ങളെല്ലാം മറന്ന് ഭാവിയെ സ്വപ്നം കണ്ട് മറ്റാർക്കു വേണ്ടി എല്ലാം മറന്ന് ആർദ്രമായി തെളിഞ്ഞു പാടുന്ന പക്ഷിയെ ഈ കവിതയിൽ കാണാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു ക്ലാസ്സുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.